Welcome to the second episode of Night Out Talkies. സോ ഫസ്റ്റ് എപ്പിസോഡിന് തന്ന റെസ്പോൺസിനൊക്കെ ഭയങ്കര റെസ്പോൺസ് ആയിരുന്നു എല്ലാവരും. താങ്ക് യു സോ മച്ച്. ഇനിയും ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കണം. വി ആർ ട്രൈങ് ടു മേക്ക് ഇറ്റ് ബെറ്റർ. ഇനി ഇതിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ഇനി ഇതിൻ്റെ അടുത്തതിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും തുടങ്ങുമ്പം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാണല്ലോ. അത് കാരണം നമ്മുടെ ഇൻഹൗസ് ടാലന്റ് ആയ അബിയാണ് ഞാനാണ് ഇന്നത്തെ ഗസ്റ്റ്. ഓക്കെ, സോ അറിയാത്ത ആൾക്കാർക്ക്, അറിയുന്ന വിശ്വസിക്കുന്ന എല്ലാവർക്കും, അറിയാത്ത ആൾക്കാർക്ക് അബി ആസ്കിങ് സ്ട്രേഞ്ചേഴ്സ് ടു ഡാൻസ് വിത്ത് മീ എന്നൊരു സീരീസ് ചെയ്യുന്നുണ്ട്. ട്രിവാൻഡ്രത്താണ് ചെയ്യുന്നത്. 200K പ്ലസ് ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. യൂട്യൂബും അങ്ങനെ അതേപോലെ ഗ്രോ ചെയ്ത് വരുന്നു. സോ അബിനോട് നമുക്ക് ഇപ്രാവശ്യം ചോദിക്കാം അവൻ്റെ ജേർണിയും കണ്ടന്റ് ക്രിയേഷൻ ജേർണിയും എങ്ങനെ ഇവിടെ എത്തി, അവൻ്റെ പാസ്റ്റ് എന്താണ്, എല്ലാം തുടങ്ങാം. അപ്പം നമുക്ക് പൊളിക്കാല്ലേ? യെസ്. എപ്പോഴാണ് കണ്ടന്റ് ക്രിയേഷനിലേക്ക് ഇൻട്രസ്റ്റ് തോന്നിയത്? ചേച്ചിയെ കണ്ടതിന് ശേഷമാണ് കണ്ടന്റിലോട്ട് ഞാൻ ഇറങ്ങാൻ തുടങ്ങിയത്. അതുവരെ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അല്ല, ബട്ട് കോവിഡിന്റെ സമയം കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടല്ലോ. കോവിഡ് സമയത്ത് അതെങ്ങനെയാണ് തുടങ്ങിയത്? അത് സംഭവം എന്ന് പറഞ്ഞാൽ ആ ടൈമിലാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. കോവിഡ് ടൈമിൽ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് നമ്മളെ കുറച്ച് ഫ്രണ്ട്സ്, അതായത് നമ്മളെ കൊച്ചു അനിയന്മാരും എൻ്റെ കൂടെ ഉള്ള ഫ്രണ്ട്സ് കസിൻസ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മളൊരു യൂട്യൂബിൽ ചെറിയൊരു ഷോർട്ട് ഫിലിം പോലെ നമ്മൾ തുടങ്ങി. അതിൻ്റെ പേര് എന്താ, നമ്മളെ ചാനലിൻ്റെ പേര് കൊഞ്ച് എൻ്റർടൈൻമെൻറ്റ്സ്. കൊഞ്ചിൻ്റെ പേരും ഞണ്ടിൻ്റെ സിമ്പിൾ വരുന്നു നമ്മളെ ആ ലോഗോ. നല്ല കുറച്ച് നമ്മളൊരു 8-10ഓളം പയ്യന്മാർ ചേർന്ന ഒരു ഇതായിരുന്നു, ആ ഒരു ചാനലായിരുന്നു. നമ്മളതിൽ കുറേ സീരീസ് ചെയ്തിട്ടുണ്ട്. കണ്ണൻ്റെ ലീലാവിലാസം, ഓട്ടം 1, ഓട്ടം 2, പിന്നെ നമ്മളെ കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ അതിലാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. അതിൽ നമ്മൾ അതിൻ്റെ റീക്രിയേഷൻ പോലെ ആ ഒരു ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യണത്. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ വിചാരിച്ചു ഇനി റീക്രിയേഷൻ വേണ്ട, നമുക്ക് നമ്മുടേതായ ഐഡിയയിൽ സ്ക്രിപ്റ്റ് എഴുതി ചെയ്യാം. സ്ക്രിപ്റ്റ് ഒന്നുമില്ല, നമ്മൾ വരുന്നു, കയ്യിൽ നിന്ന് ഇടുന്നു, അഭിനയിക്കുന്നു, പോകുന്നു. അങ്ങനെ നമ്മൾ ചെറിയൊരു ഹുക്ക്, ഒരു കണ്ടന്റ് എടുത്തൊരു സാധനം എവിടെ നിന്ന് ഒപ്പിച്ചിട്ട് അതിനെ കറക്റ്റ് ഒരു സ്റ്റോറിയാക്കി എടുക്കും. നമ്മൾ പ്രൊഫഷണൽ ആയിട്ടുള്ള ക്യാമറ സെറ്റിങ്സിലൊന്നുമില്ല, നമ്മൾ മൊബൈലിൽ തന്നെ. നമ്മളെ കിരണാണ്, എൻ്റെ കസിനാണ്, അവനാണ് ഫുള്ളും ചെയ്തതെല്ലാം. പിന്നെ നമ്മൾ പയ്യന്മാരെല്ലാം കൂടെ നേരെ ഒരുമിച്ചിട്ട്. എന്നാലും ആ ഫസ്റ്റ് വീഡിയോ ചെയ്യാനുള്ള ആ ഒരു എന്തായിരുന്നു കാരണം? ഫസ്റ്റ് വീഡിയോ ചെയ്യാൻ എല്ലാവരും ഒത്തൊരുമ, അതായത് ഒരു കൂട്ടായ്മ, ഒരു എന്ത് ചെയ്യണമെങ്കിലും നമുക്കൊരു കൂട്ടായ്മ വേണ്ടേ. എല്ലാ പയ്യന്മാരോടും നമ്മൾ ചുമ്മാ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാം എന്ന് വെച്ചാൽ എല്ലാവരും ചുമ്മാ ഇങ്ങനെ വാലാകോല നടക്കണം. ചുമ്മാ എന്തുകൊണ്ട് നമുക്ക് ഫോണിൽ എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് ചെയ്തുകൂടാ? സോ യൂട്യൂബ് ആയിരുന്നു ഫസ്റ്റ് അല്ലേ സോഷ്യൽ മീഡിയയിലേക്ക്? അല്ല, പിന്നെ ടിക്ടോക്ക് ആണ്. എന്നുവെച്ചാൽ ടിക്ടോക്കിലാണ് ഫസ്റ്റ് ഞാനെന്ന കലാകാരനെ ഞാൻ ഉണർത്തിയത്. ടിക്ടോക്ക് തുടങ്ങിയ സമയത്ത് എനിക്കറിയാവുന്ന കുറേ ഒരു ടീം ഉണ്ടായിരുന്നു. അപ്പം ഇവരൊക്കെ നല്ല രീതിക്ക് ചെയ്ത് പോകണം. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇവർക്ക് എല്ലാം നല്ല ലൈക്കും വ്യൂസും, ആ സമയത്ത് ലൈക്കും വ്യൂസും ആണ് ഭയങ്കര രീതി. അപ്പം ഞാൻ എത്ര കിടന്ന് ചത്തുകൊത്തി ഇട്ടിട്ടും അനങ്ങണതേ ഇല്ല. ഒന്നും ഇത് ഒറ്റയ്ക്കായിരുന്നു? ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് എടുത്തുതരാനൊന്നും ടിക്ടോക്കിൽ എടുത്തുതരാൻ ആരും ഇല്ല ആ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്. അപ്പോൾ എൻ്റെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ ഇപ്പോൾ ഇവിടെ ഇല്ല, മീൻസ് പുള്ളി മരിച്ചുപോയി. ഞാനും പുള്ളി എന്ന് വെച്ചാൽ എന്നെ വിളിക്കും, പുള്ളിക്കാരൻ എന്നെ വിളിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ച് പുള്ളിയോട് പറഞ്ഞാൽ ചേട്ടാ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് നമ്മൾ പോകും. ഞങ്ങൾ ചെറിയ കോമ്പോ പോലെ എന്തെങ്കിലും ചുമ്മാ ഇങ്ങനെ മാസം സ്ലോ മോഷൻ നടക്കണതും ചെറിയ ഫൈറ്റ് സീൻ അങ്ങനെയൊക്കെ ചെയ്ത്. പിന്നെ ഇപ്പം പുള്ളിക്ക് ജോലി കിട്ടി. പുള്ളി ഇപ്പം പിന്നെ ഗ്യാപ്പായി, വീണ്ടും ഞാൻ വീട്ടിനകത്തായി. ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ ഫുള്ള് കന്നന്തിരിവാണ്. എന്ന് വെച്ചാൽ ചുമ്മാ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചില്ല അതിൽ കാണാൻ ആളുള്ളൂ. നമ്മൾ നല്ല ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ അതിൽ പെൺവേഷം കെട്ടി അഭിനയിച്ചിട്ടുണ്ട്. എന്തൊക്കെ ഞാൻ ചെയ്തത് ഐഡിയയില്ല. പിന്നെ ലാസ്റ്റ് ഒരു ദിവസം ഞാൻ എന്ത് ചെയ്ത് ഒന്ന് വെളിയിറങ്ങി. ഞാൻ എൻ്റെ ഒരു അനിയനെ കൊണ്ട് ഞാൻ വീഡിയോ എടുപ്പിച്ചു. അപ്പോൾ അവനും ടിക്ടോക്ക് ചെയ്യണ പയ്യനാണ്, അമൽ എന്നാണ് അവൻ്റെ പേര്. നമ്മളവനെ വള്ളിപ്പൂച്ച എന്ന് വിളിക്കും. അവന് അത്യാവശ്യം വീഡിയോ ഒക്കെ ചെയ്യണ പയ്യനാണ്. ഞാൻ അവനെ കൊണ്ട് ഒരു ദിവസം വീഡിയോ ചുമ്മാ ഇങ്ങനെ റോട്ടിൽ ഇറങ്ങിയിട്ട് അവനെ കൊണ്ട് ഞാൻ ഫോൺ കൈ കൊടുത്ത് ഇങ്ങനെ നടത്തിക്കും. അപ്പോൾ അവനെന്ന് വെച്ചാൽ ഒരു പെണ്ണെന്നുള്ള ഇപ്പം നമ്മൾ ക്യാമറ കണ്ട ഒരു പെണ്ണ് പോകണമെന്നുള്ള ഒരു വിഷയം. അപ്പോൾ ഞാൻ ഇങ്ങനെ പയ്യെ സ്ലോ ഇങ്ങനെ ഇതൊക്കെ കാണിച്ച് ഇങ്ങനെ നടന്നു പോയിട്ട് ഞാൻ ഇങ്ങനെ പോകും. അപ്പം ഞാൻ ആദ്യം ചെന്നൊരു വീണ്ടും മതിൽ എത്തി നോക്കും. അതായത് ഞാൻ അവളെ കാണാൻ വേണ്ടി പോണതായിട്ടുള്ള സെറ്റ് ഒളിഞ്ഞൊക്കെ നോക്കും. അപ്പോൾ ക്യാമറയാണ് മൂവ്മെന്റ്. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തല തിരിഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റൈൽ എനിക്ക് ഇവിടെ ഇങ്ങനെ നടന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റേ ക്യൂട്ട്നെസ് ഒക്കെ ഇട്ട് ഇങ്ങനെ
ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഒരു സ്ലോ മോഷൻ ചിരി ഇവിടെ ഇട്ട് അത് ഞാൻ ചുമ്മാ എടുത്ത് പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ കയറി സെറ്റായി. സെറ്റായെന്ന് പറഞ്ഞാൽ എനിക്ക് അന്ന് ടിക്ടോക്കിലൊരു 300 സംതിങ് എന്താ ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. ഈ വീഡിയോ ഇട്ടതിന് ശേഷം ടക്കനെ ഫോളോവേഴ്സ് കയറുന്നു 1000, 2000, 3000. പിന്നെ അതുകൂടെ തന്നെ ഇത് ഞാൻ എന്ത് ചെയ്തു, ചുമ്മാ വീണ്ടും ഇതുപോലെ തന്നെ വേറെ എണ്ണം കൂടെ ചെയ്ത് അങ്ങനെ ഫോളോവേഴ്സ് ആയി. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു ടൈം വന്നപ്പോൾ നല്ല ഫോളോവേഴ്സ് കയറി 8000 സംതിങ് അടുപ്പിച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പം വിചാരിച്ച് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമില്ല, വെളി ഇറങ്ങി തന്നെ ഗാലറി ഇരുന്ന് ചെയ്താൽ ശരിയാവില്ല, നമ്മൾ ഗ്രൗണ്ട് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തു. അടുത്ത വീഡിയോ എല്ലാം സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം വെച്ചപ്പം നമ്മളെ മോദിജി പറയണു ടിക്ടോക്ക് ഇന്ത്യയിൽ നിന്ന് ബാൻ ചെയ്യുന്നു, തീർന്ന്. അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിലേക്ക് വീഡിയോസ് ആയിട്ട് പറഞ്ഞത്. അതും കോവിഡ് കഴിഞ്ഞതിന് ശേഷം പിന്നെ പയ്യന്മാർ പഠിക്കും. പിന്നെ അവർക്ക് പഠിത്തമല്ലേ മുഖ്യം, നമുക്ക് ആരെയും പിടിച്ചു നിർത്താൻ പറ്റില്ല. പഠിത്തം, ജോലി, അവരുടേതായ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പോകുമ്പോൾ പോകും. പക്ഷെ പയ്യന്മാർ എപ്പോഴും പറയും ചടാ സ്ക്രിപ്റ്റ് എടുക്കുക, നമുക്ക് ചുമ്മാ എന്തെങ്കിലും ചെയ്യുന്ന എല്ലാവരും പറയാനുണ്ട്. പക്ഷെ ആർക്കും ഇപ്പം നിന്ന് തിരിയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകണം. പിന്നെ കോണ്ടന്റിലേക്ക് വരുന്നത് എങ്ങനെയാണ്? പിന്നെ കോണ്ടന്റിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ പിന്നീടാണ് ഞാൻ അറിയണത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. വീണ്ടും ടിക്ടോക്കിൽ നിന്ന് പോയിട്ട് നേരെ അതേപോലെ ഇൻസ്റ്റയിലോട്ടും പയ്യെ വീട്ടിനകത്തിരുന്നുള്ള വീഡിയോസൊക്കെ ഞാൻ എൻ്റെ അനിയുണ്ട്, കസിൻ അനിയുണ്ട് ഉണ്ണി, അവനും കൂടെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് തുടങ്ങി. നമ്മളൊരു ദിവസം വാളയാർ പരമശിവൻ ചെയ്ത് ദിലീപിൻ്റെ റോളെ ഞാനാണ് ചെയ്തത്. മറ്റേ തമിഴ് പാണ്ടുകളെ കണക്ക് കുറിയൊക്കെ അടിച്ച് റീച്ച് ഉണ്ടായിരുന്നു. അതോ ഇല്ല അതങ്ങനെ ആരും ഒന്നുമില്ല. ആദ്യത്തെ അബിയുടെ ഈ ഡാൻസിലേക്ക് വരുന്നതിന് മുന്നേ ഉള്ള വീഡിയോസ് എല്ലാം ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ടായിരുന്നു. എന്താന്ന് പറയുന്നു? ആ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു യമഹ എടുക്കണമെന്ന്. യമഹ 2 സ്ട്രോക്കിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ചേട്ടന് നന്ദു എന്നാണ് ചേട്ടൻ്റെ. അപ്പോൾ ചേട്ടൻ്റെയിലാണ് ഒരുവിധം വണ്ടികളെല്ലാം ഉണ്ട്. അപ്പം ചേട്ടൻ്റെ ഒരു വണ്ടി വേറൊരു പയ്യന് കൊടുത്ത്. അപ്പോൾ ഈ ചേട്ടൻ്റെ ഇരുന്ന സമയത്ത് എനിക്ക് ആ വണ്ടി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഓട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. ഭയങ്കര എന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ക്ലിക്ക് ആവണം, അതിൻ്റെ സൗണ്ട് എനിക്ക് യമഹയുടെ സൗണ്ട് എന്നൊക്കെ എനിക്ക് ഭയങ്കര ഫീലാണ്. രണ്ടാമത് അതിൻ്റെ പെട്രോൾ ഓയിലിൻ്റെ മണം, അയ്യോ നമുക്ക് മറ്റേ ഇറച്ചി കഷ്ണമൊക്കെ ഇരുന്ന് ചിക്കൻ കറി വെക്കുന്ന ഒരു മണമില്ല, ആ ഒരു മണമാണ് നമുക്ക് യമഹ കിട്ടുമ്പോൾ ഉള്ള ഒരു ഫീലും. അത് യമഹ ഓട്ടിക്കണ പയ്യന്മാർക്ക് അറിയാം. കാരണം യമഹ എന്ന് പറഞ്ഞാൽ അതൊരു വികാരമാണ്. 2 സ്ട്രോക്ക് ഈസ് ആൻ അഡിക്റ്റാണ്, ഭയങ്കര ഒരു അഡിക്റ്റാണ്. എന്ന് വെച്ചാൽ സാധാ ബൈക്ക് ഓട്ടിക്കുമ്പോൾ എന്ന് വെച്ചാൽ യമഹ ഓട്ടിക്കുമ്പോൾ വേറൊരു ഫീലാണ്, വേറെ റേഞ്ചാണ്. എന്താ നമ്മൾ വേറെ ഒരു ലോകത്ത് ആണെന്നുള്ള ഒരു ഭയങ്കര ഇതാണ്. നമ്മൾ റോട്ടിൽ മറ്റേ പറന്നൊക്കെ പോകുമ്പോൾ പിള്ളേരൊക്കെ നോക്കും. എന്നിട്ട് പിന്നെ യമഹയായിട്ട് പിന്നെ വണ്ടി ചുമ്മാ ഞാൻ ഇങ്ങനെ റീലൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചുമ്മാ ഇൻസ്റ്റയിൽ ഞാൻ വണ്ടിയിൽ ഇരുന്ന് ഫോട്ടോ ഒക്കെ ഇട്ട് ഞാൻ ഓരോ പേജിൽ ടാഗ് ചെയ്യും. അപ്പം ടാഗ് നോക്കുമ്പോൾ ഈ ടാഗിനകത്ത് നോക്കുമ്പോൾ ഈ യമഹയുടെ പറ്റി ഓരോ വീഡിയോസ് എല്ലാം കാണും ബൈക്കിൽ പോകണം. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കാലത്തേക്ക് ബൈക്കിലോട്ട് ഇറങ്ങാം. അപ്പം ഞാൻ വീണ്ടും ബൈക്കിൽ ഇറങ്ങി ആരെങ്കിലും കൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ സ്റ്റൈലൊക്കെ കളിച്ച് സ്ലോ മോഷനൊക്കെ കളിച്ച് അങ്ങനെ പോകും. അങ്ങനെ കുറെ കഴിയുമ്പോൾ പിന്നെ പേര് വരും കണ്ണാപ്പി എന്ന് പേരിടും. അതുകൊണ്ട് വിചാരിച്ചു പിന്നെ വേണ്ട, പിന്നെ കുറച്ച് വെച്ച് അങ്ങ് നിർത്തി. ആ ഫേസും കഴിഞ്ഞു, യമഹ കഴിഞ്ഞു. പിന്നെ ഞാൻ കാണുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അബി നമ്മളിപ്പം ഒത്തിരി യാത്ര ചെയ്യാറുണ്ട് ആദ്യത്തെ സമയം നമ്മൾ കണ്ടുമുട്ടിയ സമയത്ത്. അപ്പോൾ എവിടെ പോയാലും ഇവൻ വീഡിയോസ് എടുക്കും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇവൻ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നതെന്ന്. പിന്നെയാണ് അത് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഉണ്ടാക്കാനാണ്, ഈ ട്രെൻഡിങ് വീഡിയോസ് ഓഡിയോസ് എടുത്തിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു എന്തെങ്കിലും ഐഡിയ വെച്ചിട്ടാണോ എടുക്കുന്നത്, അതോ വെറുതെ വീഡിയോ എടുത്തിട്ട് പിന്നെ പാട്ടിലേക്ക് ഫിക്സ് ചെയ്യുകയാണോ ചെയ്യുന്നത്? എങ്ങനെയായിരുന്നു അപ്പോഴത്തെ പ്രോസസ്സ്? അതെന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മളെ മൈൻഡിലൊരു ഐഡിയ കാണും. അതായത് ഇപ്പം ഞാൻ ഈ ഇരിക്കുന്ന സ്പോട്ടിൽ ഇപ്പം ഇത് ഫുള്ളും ചെടിയും കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ആ മൈൻഡിൽ ആദ്യം കുറച്ച് ഷോട്ടുകൾ എടുത്തിട്ട് നല്ലൊരു പാട്ട് കയറ്റി ആദ്യം നമ്മൾ എടുക്കുമ്പോൾ ഇതിനകത്തൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഔട്ട് ഇറങ്ങി വരുമ്പോഴാണ് നമുക്ക് ആ ഒരു എന്താണ് കിട്ടണമെന്നുള്ളത്. ഇപ്പം ഈ വീട് എവിടെ നോക്കിയാലും ഫുള്ളും ചെടിയും കാര്യങ്ങളാണ്. ഇത് വെച്ചൊരു ഔട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റീൽ കിട്ടും, ഒരു നല്ലൊരു പാട്ട് വെച്ചെടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പോണ സ്ഥലത്തായിരുന്നാലും നല്ലൊരു ആംബിയൻസ് ഉണ്ടെങ്കിൽ നമ്മളത് എടുത്ത് ഒരു റീലാക്കി. അപ്പം നമ്മൾ കാണുന്നില്ല, ബാക്കിയുള്ളവർ കണ്ട് ഒരു ലൈക്ക് കിട്ടിയാൽ നമുക്ക് അത്രയും ഇതല്ലേ. ഒരു ലൈക്ക് ഒരു എനിക്ക് അത്രയും ഉണ്ടായിരുന്നു. ഒരു ലൈക്ക് ഒരു കമന്റ് എങ്കിലും കിട്ടിയാൽ നമ്മളൊരു വീഡിയോ ഇട്ട് ആരെങ്കിലും കാണുന്നുണ്ടല്ലോ, ചിലവരറിയും കൊള്ളാം. ഈ സ്ട്രെയിഞ്ചർ ഡാൻസിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് വന്നേന്ന് പറഞ്ഞാൽ അതൊരു ഇതിലിപ്പോ ഞങ്ങള് ഇനി നമ്മളുടെ കഥയാണ്, ഇനി ഞങ്ങളുടെ കഥ കണ്ടുപിട്ടിയത്. അപ്പം ഇനി ഞങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ചേച്ചിയാണ്. ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഈ പോഡ്കാസ്റ്റ് തന്നെ നമ്മുടെ കമ്പനിയാണ്, നൈറ്റ് ഔട്ട് പ്രൊഡക്ഷൻസ് ആണ്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇത് തുടങ്ങിയത്. ഞങ്ങൾ കണ്ടുമുട്ടണമെന്ന് പറഞ്ഞാൽ
സംഭവം എന്ന് പറഞ്ഞാൽ ഈ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം ഇതൊക്കെ പോയതിനു ശേഷം ഞാൻ സത്യം പറഞ്ഞാൽ കിളി പോയെന്ന് പറയണോ അതാ മറ്റേ ഡിപ്രഷൻ അടിച്ചിരിക്കണമെന്നാണെന്ന് പറയണോ എന്തോ ഭയങ്കര ശോകമായിരുന്നു. കോളേജ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രൈവിങ്ങിന് പോകും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് സിജിൻ എന്ന് പറഞ്ഞ ചേട്ടൻ, കസിനാണ്, സിജിൻ ചേട്ടൻ പറഞ്ഞ എടാ അബി ഇങ്ങനെ ഒരു ഓട്ടം പോകും. എനിക്ക് ആ ചേട്ടൻ വണ്ടിയൊക്കെ ഓടാൻ പോകുന്ന ചേട്ടനാണ്. ഇങ്ങനെ എൻ്റെ അടുത്ത് ഏറ്റവും ഓട്ടം പോകും. ഞാൻ പറഞ്ഞ ചേട്ടാ ഞാൻ പോകാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നു. ഈ വീട്ടിലാണ് ആദ്യമായിട്ട് പറഞ്ഞത്. ചേച്ചിയുടെ വീടാണ് ഇത്. ഇപ്പോഴും പറയുന്നത് ഇത് ചേച്ചിയുടെ വീടാണ്. ചേച്ചിയുടെ അമ്മയുടെ വീട്. അപ്പം ഇവിടെയാണ് ഞാൻ ഫസ്റ്റ് ഡ്രൈവിങ്ങിന് പറഞ്ഞത്. ചേച്ചിയായിട്ട് അങ്ങനെ കമ്പനിയായി. സോ ആ സമയത്ത് ഞാനും ഒരു ഡൗൺ ഫേസിലായിരുന്നു. ഞാൻ വർക്ക് ഫ്രം ഞാൻ വീട്ടിലായിരുന്നു. ഐ വാസ് സ്റ്റേ അറ്റ് ഹോം മോം. അപ്പോൾ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പം ഞാനും ഭയങ്കര ലോസ്റ്റായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലം എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുന്ന് വീഡിയോസ് എടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബൊട്ടീക്കിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു നമ്മൾ ഒരുമിച്ച് ഫസ്റ്റായിട്ട് വർക്ക് ചെയ്തത്. അവിടുത്തെ റീൽസ് എടുത്തിട്ടായിരുന്നു വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം കുറച്ച് വർക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് നമുക്കൊരു എന്താ ഒരുമിച്ച് ചെയ്യാൻ എന്തോ ഒരു റിത്തമുണ്ട്, ഒരേ പാറ്റേണിൽ പോവാം. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പം ഔട്ട്പുട്ട് നല്ലോണം ആവുന്നുണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് എക്സ്പീരിയൻസ് ആയി. പിന്നെ ആ ബോട്ടിക്കുന്ന ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ചു ഇനി എനിക്കും എന്താ ചെയ്യേണ്ടേ, ഒരു കമ്പനിയിലേക്ക് കയറാനുള്ള ബാൻഡ്വിത്ത് എനിക്കില്ല കുട്ടികളുള്ള കാരണം. ഞാനും വീണ്ടും പഴയതുപോലെ ഡിപ്രഷനിലോട്ട് പോകും. ഡിപ്രഷനല്ല, വീണ്ടും ശോകമായി പോകും എന്നുള്ള രീതിയിലായിപ്പോയി. അപ്പം ചേച്ചി ഇങ്ങനെ എനിക്ക് 2 ദിവസം ഇരുന്ന് ആലോചിച്ചു. ചേച്ചി എന്നായിട്ട് ചോദിച്ചു നമുക്കിങ്ങനെ ഒരു കമ്പനി തുടങ്ങാമോ. അപ്പം സ്വന്തം കമ്പനി എന്നൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരിക്കും. ഇത് എങ്ങനെ കൊണ്ടുപോകും, എങ്ങനെ പ്രവർത്തിപ്പിക്കും. സത്യം പറഞ്ഞാൽ കൊച്ചു പയ്യന്മാരാണിപ്പോൾ ബിസിനസ് ചെയ്ത് പോകണത്. പക്ഷെ അങ്ങനെ ഞാൻ അത് ചിന്തിക്കുന്നില്ല. ഈ കൊച്ചു പ്രായത്തിലൊക്കെ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞാൽ ടഫായിരിക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. വീട്ടുകാരുടെ പ്രഷർ, ജോലിയില്ല. അപ്പോഴാ ഒരു ടൈമിൽ ആ ഏജ്, ഒരു പൈസ പറയാനില്ല എന്നാലും ആ ഒരു ഏജ് ടൈമായി. വീട്ടുകാരെ പ്രഷർ ആകുമ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി തുടങ്ങാം, സ്വന്തം കമ്പനിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കമ്പനി ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ചേച്ചിയുടെ പറഞ്ഞ ചേച്ചി എന്നാൽ ശരി നമുക്ക്. അബിയുടെ പ്രശ്നം എന്ന് വെച്ചാൽ അവന് 9 to 5 ജോബ് പറ്റത്തില്ല. ആരും പറയുന്ന കേൾക്കാൻ പറ്റാത്ത ഒരാളാണ്. സോ ഒരു ഗവൺമെൻറ് ജോബോ ഒരു ഓഫീസിലോ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെന്ന് എനിക്ക് ശരിക്കും അറിയാമായിരുന്നു. പിന്നെ അവൻ ചെയ്യുന്ന വീഡിയോസൊക്കെ കാണുമ്പം നല്ല ഐഡിയാസ് ഉണ്ട്, എഡിറ്റിങ്ങിലും ഐഡിയാസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് അതിലൊരു സ്കോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാനും ചോദിച്ചത് നമുക്ക് ട്രൈ ചെയ്യാം, ലൈക്ക് ഒരു 6 months എങ്കിലും ട്രൈ ചെയ്യാം. എന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ പിന്നെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം, നമുക്ക് നമ്മുടെ വഴി പോവാം. അങ്ങനെ ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ തുടങ്ങിയത്. സ്റ്റുഡിയോ ബിസിനസ് തുടങ്ങുന്ന സമയമായപ്പോൾ തന്നെ ഞാൻ യമഹ വിറ്റ്. അബിയുടെ യമഹ വിറ്റ കാശും എൻ്റെ PF-ന്റെ കാശും കൊണ്ടാണ് ഞങ്ങളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നൈറ്റ് ഔട്ട് പ്രൊഡക്ഷൻസ് എന്ന കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തതല്ല. ആക്ച്വലി നമ്മൾ പണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കോളേജിൽ ഒരു ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു. സോ ആ സമയത്ത് നമ്മൾ വെറുതെ ഇട്ട ഒരു പേരാണ് നൈറ്റ് ഔട്ട് പ്രൊഡക്ഷൻസ്. അപ്പം നമ്മളിങ്ങനെ കമ്പനിയുടെ കാര്യമൊക്കെ ആലോചിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ അത് തന്നെ നമുക്ക് പൊടി തട്ടി എടുത്താൽ പോരെ. വേറെ നമ്മൾ പേരൊന്നും ആലോചിച്ചില്ല. ചേച്ചി പറഞ്ഞ് ഞങ്ങൾ ഇതിനൊക്കെ തുടങ്ങി വെച്ചിട്ട് ചേച്ചിയുടെ ഹസ്ബൻഡും കൂടെ ഇതിനൊക്കെ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവരിട്ട് വെച്ച് തുടങ്ങിയതല്ലേ. അപ്പം നമ്മളെ വീണ്ടും അതിനെ ഒന്ന് പൊടി തട്ടിയെടുത്ത് വീണ്ടും തുടങ്ങി. ഇനി കുറച്ചാൾ കൂടെ കഴിയുമ്പോൾ നമ്മളിവിടെ പേര് വെക്കും കേട്ടോ. ഇവിടെ എന്തായാലും നമ്മൾ പേര് വെച്ചു നൈറ്റ് ഔട്ട് ടോക്കീസ്. മമ്മി ഓട്ടിക്കും. ചേച്ചിയുടെ മമ്മി ഒന്നും പറയുന്നില്ല. മമ്മി തന്നെ പറഞ്ഞത്. മമ്മിയാണ് ഇത് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടവർക്കറി ഇതൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഈ വീഡിയോ കണ്ട ശേഷം മമ്മി ഇതാ പൂവിറക്കി മണി തൂക്കി ഭയങ്കര സപ്പോർട്ടാണ് മമ്മി. മമ്മിയുടെ പേര് ഉഷ ശശീധരൻ. മമ്മിക്ക് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി, സപ്പോർട്ടാണ് മമ്മി. അങ്ങനെ ബിസിനസിന്റെ വർക്കിൽ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒരു ഐഡിയയും കിട്ടില്ല. അപ്പം ഞാൻ ഇങ്ങനെ നമ്മളപ്പം ആ ടൈമിൽ വീണ്ടും ഇൻസ്റ്റയിലൊക്കെ ഞാൻ കയറി നോക്കിയപ്പം ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ളൊരു സംഭവം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. അപ്പം ഫോട്ടോഗ്രാഫി കൊള്ളാം. അപ്പം ഞാൻ ഇങ്ങനെ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നമുക്ക് ഈ സ്ട്രീറ്റ് വീഡിയോഗ്രാഫി എന്ന് വെച്ചാൽ നമ്മളും ഈ റീൽസ് എടുക്കണം, എന്തായാലും നമ്മൾ പുറത്ത് പോകണം. അപ്പോൾ ആരെയും നമുക്ക് പുറത്തുനിന്ന് ആരെങ്കിലും കിട്ടുന്നെങ്കിൽ അവർ വീഡിയോ ഒക്കെ എടുത്ത് നമുക്ക് റീലാക്കി കൊടുക്കാം എന്നൊക്കെ ചേച്ചി. ആ സമയത്ത് നമ്മൾ കുറേ ഇൻസ്റ്റാ റീൽസ് എന്ന് പറഞ്ഞ കുറേ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. ഫാമിലീസിനും കപ്പിൾസിനും ഇൻഡിവിജ്വൽസിനും ഈ ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള റീൽസ് നമ്മളെടുത്ത് എഡിറ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങനത്തെ ആ സമയത്താണ് അബി ചോദിച്ചത് നമുക്ക് അങ്ങനെ ചെയ്യാമോ എന്ന്. അപ്പം എനിക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലേക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് അങ്ങനത്തെ ഒരു സംഭവം വർക്ക് ചെയ്യുമോ,
ഇങ്ങനെ സ്ട്രീറ്റിൽ പോയി ആൾക്കാരെ ശല്യപ്പെടുത്തി ഇങ്ങനെ എടുക്കുന്നതൊക്കെ? ഈ എനിക്ക് അപ്പോൾ ഒരു ഐഡിയ ഇല്ല. എന്ന് വെച്ചാൽ ഫോണിൽ നമ്മൾ ഈ സെൽഫി വീഡിയോ എടുത്താണ് നമ്മൾ പോണത്. അപ്പോൾ അത് മടിച്ചിട്ട് ഗോപ്രോ എന്താണ് ഗോപ്രോ ചെസ് മൗണ്ട് ചെയ്തിട്ട് ചെസ് മൗണ്ടിൽ അതിൽ റെക്കോർഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുന്ന ഔട്ടും രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കാൻ പറ്റും. അതായത് അവർ പറയുന്ന റിയാക്ഷനും നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുന്ന ഔട്ടും ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നത് നമ്മളിങ്ങനെ ഞാൻ ചേച്ചിയുടെ നമുക്കൊരു ഗോപ്രോ മേടിക്കാന്ന് പറഞ്ഞ് സ്പോൺസർ ചെയ്തതാണ്. ചേച്ചിയുടെ ഹസ്ബൻഡ് സ്പോൺസർ ചെയ്തു. മൈക്കും ഗോപ്രോയും കൂടെ ആയിട്ട് ചേട്ടൻ മേടിച്ചത്. അപ്പം മൈക്കും ക്യാമറയും മേടിച്ചെന്ന ചേട്ടന് ഒരു താങ്ക്സ്. അപ്പം ചേട്ടൻ അതും മേടിച്ചത്. എന്നിട്ട് നമ്മളെല്ലാം സെറ്റ് ആക്കി വന്നപ്പോഴത്തേക്കും സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ എന്നും പറഞ്ഞ് ഒരു അലവലാതി ഇറങ്ങി. ഞാൻ നോക്കിയപ്പോൾ ആര് നമ്മളെ ജയദേവ്, അവനാണ് ഫസ്റ്റ് സ്റ്റാർട്ട്. സ്ട്രീറ്റ് വീഡിയോഗ്രാഫി സ്റ്റാർട്ട് ചെയ്യണത് ജയദേവാണ്. അപ്പോൾ വിചാരിച്ചു ഇനി സ്ട്രീറ്റ് വീഡിയോഗ്രാഫി നടക്കൂല. അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു ആ പ്രതീക്ഷയും പോയി.